ഒരിക്കൽ കൂടി ഗുഡ് ഈവനിങ് പറയാമോ? On the count of 1, 2, 3, good evening Trivandrum. നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ ഇവിടെ എത്തിച്ചേരും. ഓക്കെ, സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ മലയാളത്തിലെ അപ്കമിംഗ് മൂവി ജയ് ഗണേഷിന്റെ ട്രെയിലർ ലോഞ്ച് ആണ് ഒഫീഷ്യലി റെഡ് എഫ്എം ഇന്ന് ഇവിടെ ഹോസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് കാണുന്ന ആൾക്കാരൊക്കെ തന്നെ ഉണ്ണി മുകുന്ദൻ, മഹിമ നമ്പ്യാർ ആൻഡ് ഫ്യൂ അതർ പീപ്പിൾ റിലേറ്റഡ് ടു മൂവി ഇന്ന് ഇവിടെ എത്തിച്ചേരുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഓണറിങ് കൂടെ നമ്മളിവിടെ നടത്താനായിട്ട് പോകുന്നുണ്ട്. അതിന്റെ ആൾക്കാരൊക്കെ ഇവിടെ ഫ്രൈഡ് റൈസോ? ഫ്രൈഡ് റൈസിന് ഇത്ര തോന്നിക്കുണ്ടോ? അപ്പൊ ആ 3 ചേച്ചിമാരെ പോലെ ഇവിടെ എല്ലാവരും ഉഷാറായിട്ടിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കി അവര് വന്നിട്ട് നമുക്ക് സംസാരിക്കാം. നമ്മൾ ലോകത്തിന് കാണാൻ വേണ്ടി യൂട്യൂബിൽ ഈ മൂവിയുടെ ട്രെയിലർ അപ്ലോഡ് ചെയ്യുന്ന ചടങ്ങാണ്. ഇത് നമ്മൾ ആദ്യമായിട്ടല്ല ഒരു സിനിമയുടെ ഭാഗമായിട്ട് ലുലുമോളി എത്തുന്നത്. സോ ഞങ്ങൾക്ക് ഇതൊരു പുതിയ കാര്യമല്ല, പക്ഷേ പുതുമയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമ Put your hands together. Let's welcome the team of Jai Ganesh. Beautiful, the team of Jai Ganesh. ഒരുപക്ഷെ ഓൾറെഡി കൂടി നിന്നിട്ടുള്ള ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായിരിക്കാം. നമ്മൾ മൂവിയുടെ ടീസർ ഒന്ന് കാണാൻ പോവാണ്. ടീസർ കണ്ടു തുടങ്ങിക്കൊണ്ടാണ് ഈ ഒരു പരിപാടി നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമ്മുടെ പ്രിയപ്പെട്ട ഫോട്ടോഗ്രാഫർ ബ്രദേഴ്സ് അവിടെ ഒരു കോർണറിൽ അവര് കവറിംഗ് ദി കംപ്ലീറ്റ് ഇവന്റ്. The entire Lulu management team is here. Our favorite star is here. Yes, by the time തന്നെ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏത് തരത്തിലുള്ള ഒരു സ്റ്റോറി ആണ് ജയ് ഗണേഷ് മൂവിയിലൂടെ നമ്മൾ ഇന്ന് കാണുന്നത്. ശാന്തത ചിലപ്പോൾ വരാനിരിക്കുന്ന എന്തോ വലിയ വിപത്തിന്റെ സൂചനയായിരിക്കും. പ്ലാൻ ചെയ്യുമ്പോൾ മാളയപ്പുറത്തിന് ശേഷം റിലീസ് ആവുന്ന ഒരു മൂവിയാണ്. ആക്ച്വലി നമ്മൾ ഒരുപാട് കഥകൾ കേട്ടുകയും ആയിട്ടുള്ളൊരു ആളാണെന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ. ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ നമുക്ക് ലാളിക്കാനും സ്നേഹിക്കാനും ഒക്കെ തോന്നുന്ന മലയാളത്തിന്റെ സ്വന്തം മഹിമ നമ്പ്യാർ. Let's put your hands together for Mahima Nambiar. Yes, Mahima, welcome. Trivandrum ആദ്യമായിട്ടാണ് വരുന്നത്. ഏതായിരിക്കും ആഗ്രഹം എന്ന് അന്ന് ഉണ്ണി മുകുന്ദൻ എന്ന ആക്ടർ പറഞ്ഞ് ബൊൾവറേന്റെ ക്യാരക്ടർ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നാണ്. സോ ഇപ്പൊ അതുപോലത്തെ ഒരു പടം ഇവിടെ ചെയ്യാണ്. കഴിഞ്ഞതിൽ മഹിമ ജയ ഗണേഷ് എന്ന സിനിമയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. മാളികപ്പുറം എന്ന സിനിമയ്ക്ക് ശേഷം ഞാൻ നായകനായിട്ട് വരുന്ന എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമയാണ് ജയ ഗണേഷ്. UMF എന്ന കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഡ്രീംസ് ആൻഡ് ബിയോണ്ട്സ് എന്ന് പറഞ്ഞ രഞ്ജിത് ശങ്കർ, ഈ പടത്തിന്റെ റൈറ്റർ ഡയറക്ടറിന്റെ ഒരു പ്രൊഡക്ഷൻ കമ്പനി, ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ സാധിച്ചതിൽ. ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു വ്യക്തി എന്ന നിലയിൽ എന്നെ ഏറ്റവും കൂടുതൽ എന്നിലൊരു മാറ്റം വരുത്തിയ കഥാപാത്രം ഈ സിനിമയിലെ കഥാപാത്രമാണെന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും വലിയ രീതിയിൽ ഈ സിനിമ ഇന്ന് ഏപ്രിൽ 11 തിയേറ്ററിൽ ലോകം മുഴുവനും ഈ സിനിമ റിലീസാവും. നിങ്ങളെല്ലാവരും മാളികപ്പുറം എന്ന സിനിമയ്ക്ക് കൊടുത്ത ഈ സ്നേഹം ഞാൻ ഇന്ന് കണ്ടു. ചെറിയ ചെറിയ കുട്ടികൾ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നതും കുടുംബങ്ങളെല്ലാം എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നതൊക്കെ. ആൻഡ് ഐ റിയലി വിഷ് ദാറ്റ് ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ ഏപ്രിൽ 11 കുടുംബസമേതം പോയി കാണുന്നു. ഈ സിനിമയിലൂടെ ഞാൻ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ സിനിമ കണ്ടാലേ മനസ്സിലാവുള്ളൂ. ബിക്കോസ് ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് സ്പെക്കുലേഷൻസ് ഉണ്ട്. ഈ സിനിമ എന്തായിരിക്കും, ഇതിൽ ഞാൻ സൂപ്പർ ഹീറോ ആണോ, ഒരു സാധാരണ വ്യക്തിയാണോ, അതോ ലോട്ട് ഓഫ് തിങ്സ്.
പക്ഷെ എന്നെ സംബന്ധിച്ച് ഒരു സിനിമ ആണ്, നല്ല സിനിമയാണ്. ഒരു സിനിമയെ സിനിമയായിട്ട് നിങ്ങൾ കണ്ട് ഇനി തന്നെ വിജയിപ്പിക്കണം. ഒരു സിനിമ ചെയ്തത് കൊണ്ട് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ നടന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കോ ഇല്ലയോ എന്ന് ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നതാണ്. ഇങ്ങനെ ചില നടന്മാരുടെ അഭിമുഖങ്ങൾ കാണുമ്പോൾ പറയാറുണ്ടായിരുന്നു, ഇങ്ങനെ ഈ കഥാപാത്രം എന്നെ ഒരുപാട് സ്വാധീനിച്ചു എന്ന്. എനിക്ക് അങ്ങനെ ഒരു അനുഭവം ടു ബി ഓണസ്റ്റ് ജയഗണേഷ് എന്ന സിനിമയിൽ അഭിനയിച്ചപ്പോഴാണ് സംഭവിച്ചത്. ഞാൻ അതിനുവേണ്ടി എൻ്റെ സിനിമയുടെ ഡയറക്ടറും റൈറ്ററുമായ രഞ്ജിത്ത് ശങ്കറിനോട് ഓൾറെഡി ഞാൻ നന്ദി പറഞ്ഞു കഴിഞ്ഞു. സിനിമ റിലീസായിട്ടില്ല, എന്നാലും ഞാൻ രഞ്ജിത്തിനെ വിളിച്ച് പറഞ്ഞു, രഞ്ജിത്ത് ഇങ്ങനത്തെ ഒരു നല്ല സിനിമ തന്നതിൽ ഒരുപാട് നന്ദിയുണ്ടെന്നും നല്ല രീതിയിൽ സിനിമ നമുക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. നന്ദു ചേട്ടൻ വർക്ക് ചെയ്തു, അശോകൻ ചേട്ടൻ, ഒരുപാട് നല്ല ആക്ടേഴ്സ് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു ടെക്നിക്കൽ ടീം ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ സിനിമയെ കാണണം. ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഇതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പം ഈ കാണിക്കുന്ന സ്നേഹം സിനിമ റിലീസ് ആകുമ്പോഴും നിങ്ങൾ കാണിക്കണം. ദെൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇന്ന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ഞങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളോടും ഞാൻ അഗെയിൻ നന്ദി രേഖപ്പെടുത്തുന്നു. ബിക്കോസ് പേഴ്സണലി സ്പീക്കിംഗ് ഒരു സിനിമ ചെയ്തതിന് ശേഷമാണ് ഞാൻ എൻ്റെ ലൈഫിനെ കുറിച്ചുള്ള പേഴ്സ്പെക്റ്റീവ്, ഞാൻ വ്യക്തികളെ കാണുന്ന രീതി മാറിപ്പോയി. ഇതൊരു കൊമേഴ്ഷ്യൽ സിനിമയാണ്, സിനിമ ഒരു ബിസിനസ്സാണ്, എനിക്ക് അറിയാം. സിനിമ ഒരു ആർട്ടാണ്, ക്രിയേറ്റീവ് സ്പേസ് ആണ്. എന്നാലും ഒരുപാട് ഒരു പേഴ്സണൽ സ്പേസിലാണ് ഞാൻ ഈ കഥാപാത്രത്തെ കാണുന്നത്. ഞാൻ ഇത്രയൊക്കെ സംസാരിക്കുമ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ഒരു സിനിമ കാണുന്നതിന് ശേഷം മാത്രമേ നിങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ. അഗെയിൻ ഒരു അഭ്യർത്ഥനയാണ്, ഈ സിനിമ അടുത്തുള്ള തിയേറ്ററിൽ പോയി തന്നെ കാണണം. നല്ല രീതിയിൽ സിനിമ വന്നിട്ടുണ്ട്. ഐ ഹോപ്പ് ഈ ട്രെയിലർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും. അഗെയിൻ വൺസ് അഗെയിൻ ഒരുപാട് സന്തോഷം നിങ്ങളിവിടെ വന്നു. എനിക്കൊരു ഗിഫ്റ്റ് ഒക്കെ തന്നത്. ഐ ഡിഡ്ന്റ് ഗെറ്റ് യുവർ നെയിം. ഒരുപാട് ചലഞ്ചസിൽ നിന്നും ഒക്കെ നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു സൂപ്പർ ഹീറോയെ നമ്മൾ ഓൺ സ്ക്രീനിൽ കാണുന്നുണ്ടെങ്കിൽ ഹെവി ഹാർട്ടഡ് ആയിട്ട് നമ്മൾ ഒരുപാട് സ്റ്റോറീസ് കേൾക്കുന്നുണ്ടായിരുന്നു. അതിനൊക്കെ ഉപരി അവരുടെ പാരന്റ്സിനും ഒരു ബിഗ് കൈയ്യടി നമ്മൾ നൽകണം. അവരുടെ ഗാർഡിയൻസിന്